ഒരു തക്കാളി മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയാലോ. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി തക്കാളി ദോശയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ദോശ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. നല്ല കളർഫുള്ളും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു തക്കാളിയാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നല്ല പഴുത്ത ഒരു തക്കാളി നോക്കിയെടുക്കുക. പിന്നെ ഇതാ ഒരു ചെറിയൊരു വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെളുത്തുള്ളി കൂടി നമുക്ക് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നല്ല നൈസായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഇതാ നമ്മളുടെ തക്കാളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ മാവൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് കുറച്ച് ദോശമാവ് എടുക്കാം. ഇപ്പോൾ എത്ര ദോശ വേണ്ടത് അതിനനുസരിച്ചുള്ള മാവ് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവയിൽ, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടലമാവാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവിന് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ അങ്ങ് കലക്കിയെടുക്കാം കേട്ടോ. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അതിനെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി നമുക്കിതിലേക്ക് അല്പാൽപ്പം ചേർത്ത് കൊടുത്തിട്ട് നല്ല ദോശ മാവിൻ്റെ പരുവത്തിൽ ഇതിനെ അങ്ങ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു റെഡ് കളർ കണ്ടില്ലേ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ചൂടായിക്കൊണ്ടിരിക്കുന്ന ദോശ തവിയിൽ ഒഴിച്ചിട്ട് നല്ല ചുമന്ന കളറുള്ള ദോശകൾ ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല അരുകൊക്കെ മൊരിഞ്ഞ് വരുന്നവരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കാണാനും നല്ല കളർഫുള്ളായിട്ട് റെഡ് കളറിലുള്ള ദോശ ഇവിടെ റെഡി ആയിട്ട് വരും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടിയോ അല്ലെങ്കിൽ ചമ്മന്തികളുടെ കൂടിയോ ഒക്കെ ഈ ദോശ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്.